മുസ്ലിം പള്ളിയിൽ സർവേക്ക് അനുമതി നൽകിയതിനെ തുടർന്ന് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട സമ്പൽ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും എത്തുകയുണ്ടായി. യു.പി. കോൺഗ്രസ് എംപിമാരും മറ്റ് മുതിർന്ന നേതാക്കളുമാണ് ഇരുവരെയും സമ്പലിലേക്ക് എത്തിച്ചത്. സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നതിനാൽ ഇരുവരുടെയും സന്ദർശനത്തിന് പോലീസ് അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ അവയെ പരിഗണിക്കാതെ പ്രദേശത്ത് എത്താൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തീരുമാനമെടുത്തത്. കോൺഗ്രസ് പാർട്ടി സമ്പലിലെ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരുമെന്നും യു.പി. കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് തുറന്നു പറഞ്ഞു. 2 ദിവസം മുൻപ് സമ്പൽ സന്ദർശിക്കാനൊരുങ്ങിയ കോൺഗ്രസ് നേതാക്കളെ യു.പി. പോലീസ് തടയുകയുണ്ടായി. തുടർന്ന് സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥയാണ് ഉടലെടുത്തത്. സിവിൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സർവേക്ക് എത്തിയപ്പോൾ സമ്പൽ ഷാഹിജുമ മസ്ജിദ് പരിസരത്ത് വ്യാപക പ്രതിഷേധം നടക്കുകയുണ്ടായി. ഇക്കഴിഞ്ഞ 24-ാം തീയതിയായിരുന്നു സംഭവം നടന്നത്. സംഘർഷത്തിനിടെ 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. പോലീസ് ഇവർക്ക് നേരെ വെടിയുതിർത്തുവെന്നായിരുന്നു പ്രദേശവാസികൾ ഉയർത്തിയ ആരോപണം. ഹരിഹർ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളിലാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്ന ആരോപണമായിരുന്നു അഭിഭാഷകനായ വിഷ്ണു ശങ്കർ ജെയിനും പിതാവ് ഹരിശങ്കർ ജെയിനും സിവിൽ കോടതിയെ പ്രധാനമായും സമീപിച്ചിരുന്നത്. മാത്രമല്ല, ക്യാൻവാപ്പി, കാശി വിശ്വനാഥ് ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ മസ്ജിദുകൾക്കെതിരെ ഹർജി നൽകിയത് വിഷ്ണു ശങ്കറും ഹരിശങ്കറുമാണ്. ഹരിഹർ മന്ദിർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ തകർക്കുകയും അവിടെ മസ്ജിദ് പണിയുകയുമായിരുന്നു എന്നുമാണ് ഹർജിക്കാർ ഉയർത്തുന്ന പ്രധാന വാദം. ഹർജി പരിഗണിച്ച് സിവിൽ കോടതി കമ്മീഷണറുടെ നേതൃത്വത്തിൽ സർവേ നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്യുകയുണ്ടായി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സമ്പലിലേക്കുള്ള യാത്ര തടയാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ യു.പി. സർക്കാർ. രാഹുൽ ഗാന്ധിയെ തടയാൻ സമ്പൽ ജില്ലാ മജിസ്ട്രേറ്റ് അയൽ ജില്ലകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിർത്തികളിൽ നിരവധി പോലീസുകാരെ വിന്യസിക്കുകയുണ്ടായി. ഈ മാസം 10 വരെ നിരോധനാജ്ഞയുള്ളതിനാൽ ആർക്കും പുറത്തുനിന്ന് വരാൻ കഴിയില്ലെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ പറയുന്നുണ്ട്. പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ഷാഫി മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ട് നവംബർ 24-ന് സമ്പലിലുണ്ടായ സംഘർഷത്തിൽ 5 പേരെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, നിരവധി പേർക്ക് ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സ്ഥലം സന്ദർശിക്കാനായിരുന്നു മുസ്ലിം ലീഗ്, സമാജ്വാദി പാർട്ടി എംപിമാരെ നേരത്തെ യു.പി. പോലീസ് തടയുകയായിരുന്നു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി മറ്റ് നേതാക്കളും സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹം യു.പി. അതിർത്തി പോലീസ് തടഞ്ഞതോടെയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത്. പോലീസ് അനുമതി നൽകാത്തതിനെ തുടർന്ന് ഉച്ചയോടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അതിർത്തിയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. 2 മണിക്കൂറും 15 മിനിറ്റും അതിർത്തിയിൽ കാത്തുനിന്ന ശേഷമാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി മറ്റു നേതാക്കളും മടങ്ങിയത്. പ്രതിപക്ഷ നേതാവിന്റെ അവകാശങ്ങൾ പോലും ലംഘിക്കപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി ശക്തമായി ആരോപിച്ചു. രാഹുലിന്റെ ഭരണഘടനാ അവകാശങ്ങൾ പോലും ലംഘിക്കപ്പെട്ടുവെന്ന് പ്രിയങ്ക ഗാന്ധിയും ശക്തമായി കുറ്റപ്പെടുത്തി. സ്ഥലത്തു നിന്ന് മടങ്ങുകയാണെന്ന് കെ.സി. വേണുഗോപാലും തുറന്നു പറഞ്ഞു. പോലീസ് ഒരിക്കലും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. ഗതാഗതം പോലും തടഞ്ഞ് പോലീസ് ബുദ്ധിമുട്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ. പോയി പിന്നീട് വരാനാണ് പറയുന്നതെന്നും കെ.സി. വേണുഗോപാൽ പറയുകയുണ്ടായി. രാവിലെ 9:30-ഓടെയാണ് ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സമ്പലിലേക്ക് പുറപ്പെട്ടത്. രാവിലെ 11-ഓടെ അതിർത്തിയിൽ എത്തിയെങ്കിലും പോലീസ് ഇരുവരെയും തടഞ്ഞു. ഓരോ വാഹനങ്ങളും പരിശോധിച്ച ശേഷമായിരുന്നു പോലീസ് കടത്തിവിടുന്നത്. രാഹുലിന് പിന്തുണയുമായി നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് സ്ഥലത്ത് എത്തിച്ചേർന്നതും. ആരെയും അനുമതി കൂടാതെ സംഘർഷമുണ്ടായ മേഖലയിലേക്ക് കടത്തിവിടില്ലെന്ന നിലപാടിലായിരുന്നു യു.പി. പോലീസ് നിലനിന്നതും. നേരത്തെ സമ്പലിലേക്ക് പോയ മുസ്ലിം ലീഗ്, സമാജ്വാദി പാർട്ടി, യു.പി. കോൺഗ്രസ് നേതാക്കളെ പോലീസ് തടഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്തിരുന്നു.